കൊല്ലത്ത് CPM നേതാക്കൾ ജാതീയമായി അധിക്ഷേപിച്ചെന്ന് പാർട്ടി വിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം KC ബിനു. അടിമയെപ്പോലെയാണ് നേതാക്കൾ തന്നോട് പെരുമാറിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ പരിപാടികളിൽ പോലും തന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. ദളിത് വിഭാഗങ്ങൾ ഇനിയെങ്കിലും കൊല്ലത്തെ CPM നേതാക്കളുടെ സവർണ മുഖം തിരിച്ചറിയണമെന്നും ബിനു മീഡിയ വണ്ണിനോട് പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു CPMന്റെ ജില്ലാ നേതാവ് സ്കൂളിൽ നോട്ടീസിൽ പേര് വയ്ക്കുമ്പോൾ എൻ്റെ കൂടി പേര് പരിഗണനയോടുകൂടി വെക്കണം, സ്കൂളിന് വേണ്ടി 40 ലക്ഷത്തോളം രൂപ ഞാനാണ് അനുവദിച്ച് ഇടപെട്ട് തന്നത് എന്ന് പറഞ്ഞപ്പോൾ, നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നയാണോ, നിൻ്റെ തന്തയുടെ വകയാണോ, നീ കൂടുതൽ സംസാരിക്കേണ്ട എന്ന തരത്തിൽ ഒരു സ്കൂളിൽ വെച്ച് വളരെ മോശമായി സംസാരിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറുകയുണ്ടായി. ശരിക്കും ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ എന്ന തരത്തിലാണ് എന്നോട് ഇത്തരത്തിൽ ഇടപെട്ടിട്ടുള്ളത്, അതും ഒരു ജില്ലാ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ഒരാളോട്. ശരിക്കും ഇത്തരത്തിൽ അടിയാൻ കുടിയാൻ വ്യവസ്ഥ നിലനിൽക്കുകയും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയും കാര്യക്ഷമമായി ഇടപെടുകയും ചെയ്യുമ്പോൾ അത് കായികമായി കൈകാര്യം ചെയ്യുന്ന ഭീഷണിയുടെ സ്വരമുള്ളിടത്ത് ഇവർ എന്നെ പഠിപ്പിച്ചതുപോലെ എനിക്ക് പറയാൻ ഉള്ളത്, കൊല്ലാം, പക്ഷേ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും, പ്രവർത്തിക്കും, ഇടപെടും. ഈ പ്രമോദ് എന്ന് പറയപ്പെടുന്ന CPMൻ്റെ LC സെക്രട്ടറി നമ്മളെ മാറ്റി നിർത്തുകയും പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയും ബെടക്കാക്കി തനിക്കാക്കി മോശപ്പെടുത്തി രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രവണതയാണ് നാളിതുവരെയും ഉണ്ടായിട്ടുള്ളത്. വലിയ ആശയവും സോഷ്യലിസ്റ്റ് ആശയത്തിൻ്റെയും പ്രയോക്താക്കളായി നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് പാവപ്പെട്ടവൻ കടന്നു വരുമ്പോൾ അവരെ അടിച്ചമർത്തുകയും വീണ്ടും അവരെ ഒരു വടയും ചായയും കുടിച്ച് ഒരു കോണിൽ കേൾക്കുന്ന ഒരു ഏറാമൂളിയായി ഇരിക്കണം എന്നുള്ളതാണ് ഇവരുടെ താല്പര്യം. അതിന് ഇനി പട്ടികജാതി സമൂഹത്തിനെ കിട്ടത്തില്ല. ആത്മാഭിമാനമുള്ള പട്ടികജാതി സമൂഹം തെരഞ്ഞെടുപ്പിനെ ഒരു ആയുധമാക്കി രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് ഈ നാടങ്ങും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അലയമൺ പഞ്ചായത്ത് മേഖലയിലെ ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് അഞ്ചൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാൻ മത്സരിക്കുന്നു. ശ്യാം ആർ ബാബു ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ശ്യാം, ഗുരുതരമായിട്ടുള്ള ആരോപണമാണല്ലോ കൊല്ലത്തെ CPM ജില്ലാ നേതാക്കൾക്കെതിരെ ബിനു ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു ബിനു ഈ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. വധഭീഷണി ഉണ്ട്, പാർട്ടിക്കുള്ളിൽ നിന്ന് ചിലർ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിനു പരാതി നൽകിയതായി ഓർക്കുന്നുണ്ട്. എന്തായാലും ബിനുവിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പാർട്ടി വിടലിലേക്കും ഇങ്ങനെ ഒരു ആരോപണത്തിലേക്കും നയിച്ചിരിക്കുന്ന സാഹചര്യം എന്താണ്? കൊല്ലം റൂറലിലെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവാണ് KC ബിനു. KC ബിനു ഇപ്പോൾ പാർട്ടിക്ക് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് എന്ന നിലയിൽ താൻ പാർട്ടിക്കുള്ളിൽ അനുഭവിച്ച കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒരു ജില്ലാ കമ്മിറ്റി അംഗം, പാർട്ടിയുടെ തന്നെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം അഞ്ചൽ വെസ്റ്റ് സ്കൂളിൽ വെച്ച് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ 40 ലക്ഷം രൂപ അഞ്ചൽ വെസ്റ്റ് സ്കൂളിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ അദ്ദേഹം അനുവദിച്ച ആ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടുത്തിയില്ല. പേരുൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ അസഭ്യം പറയുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് KC ബിനു പറയുന്നത്. ഒരു പട്ടികജാതി വിഭാഗം ഇനിയെങ്കിലും CPMൻ്റെ കൊല്ലം ജില്ലയിലെ നേതാക്കളുടെ ഒരു സവർണ മുഖം അതെന്താണ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാകണമെന്നാണ് KC ബിനു പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷവും തന്നോട് ഇടപെട്ടത് വളരെ മോശമായ രീതിയിലാണ്. ചില നേതാക്കൾ എന്നാണ് പറയുന്നത്, എല്ലാ നേതാക്കളെയും അദ്ദേഹം പറയുന്നില്ല, ചില നേതാക്കൾ വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹത്തോട് ഇടപെട്ടത് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അഞ്ജിത നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറിക്ക് കോടിയേരി ഇപ്പൊ ശ്യാമി, ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്ത് വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ KC ബിനുവിന്റെ ഈ രാജിയോട് ഏത് രീതിയിലാണ് കൊല്ലത്തെ CPM നേതാക്കൾ പ്രതികരിക്കുന്നത്? അജിത, അതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം എന്ന് തന്നെ പറയുന്നത്. അതായത് CPMൻ്റെ ഒരു പ്രതികരണം വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. റൂറലിലെ ഈ ഒരു പ്രതികരണം. അവർ പറയുന്നത് KC ബിനു എന്ന CPMൻ്റെ ഭാഗമായി നിന്ന ജില്ലാ പഞ്ചായത്ത് അംഗം സ്കൂളുകളിലെ നിയമനത്തിന് വേണ്ടി, താൽക്കാലിക നിയമനത്തിന് വേണ്ടി പണം വാങ്ങിയെന്നും അത് വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കി എന്നുമാണ് CPMൻ്റെ പ്രാദേശിക നേതൃത്വം പറയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു കമ്മീഷൻ കണ്ടെത്തുകയോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ CPMൻ്റെ സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു നേതാവിനെതിരെ ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ അതിനുവേണ്ടി പാർട്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും പാർട്ടി കമ്മിറ്റി ഇക്കാര്യം അന്വേഷിക്കുകയും ചെയ്യും.
പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിലൊരു ആരോപണത്തിന് അപ്പുറം CPM അത്തരത്തിലൊരു കമ്മിറ്റിയെ നിയോഗിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. KC ബിനു എന്ന ജില്ലാ പഞ്ചായത്ത് അംഗം അദ്ദേഹം പുറത്തുപോയ ശേഷം മാത്രമാണ് പാർട്ടി ഇത്തരത്തിലൊരു ആരോപണം തിരിച്ചുന്നയിക്കുന്നത്. അഞ്ജിത.